ഏറ്റവും എക്സ്പെൻസീവ് ഒരു വിധത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഏറ്റവും എക്സ്പെൻസീവ് കോംപ്ലിക്കേഷൻ ഡയബറ്റിക് ഫുഡാണ്. പല പ്രധാന അവയവങ്ങളെയൊക്കെ ഡയബറ്റീസ് ബാധിക്കുമെങ്കിലും ഏറ്റവും വ്യാപകമായിട്ട് ബാധിക്കുന്ന ഒരു അവയവമാണ് കാല്. പാദം ഹൃദയത്തിൻ്റെ കണ്ണാടി എന്ന് പറയാം. ആ കാല് പോകുമ്പോൾ ഈ കൂടുതൽ നടക്കാനൊക്കെ ഉള്ള കൂടുതൽ സ്ട്രെയിൻ വരുമല്ലോ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ കാല് വെച്ചോ അല്ലെങ്കിൽ ക്രച്ചസ് വെച്ചോ നടന്നു വരുമ്പോൾ ഹൃദയത്തിന് സ്ട്രെയിൻ കൂടും. അപ്പോൾ ഹൃദ്രോഗം വന്ന് പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ മരണം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ പോയല്ലോ നമ്മുടെ ഇൻ്റർനാഷണൽ യോഗ ഡേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓഫീസിലൊരു സെഷൻ ഉണ്ടായിരുന്നു, ചെയർ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന യോഗ സെഷൻ. അപ്പോൾ ആ ട്രെയിനറായിട്ട് വന്ന ലേഡി പറഞ്ഞത്, അശ്വതി മാം എന്ന പേര്. അപ്പോൾ അശ്വതി പറഞ്ഞത് നമ്മുടെ കാലാണ് നമ്മുടെ ഹൃദയം. അതായത് നമ്മൾ കാലിനെ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അത്രയും നമ്മുടെ ഹാർട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ഈ ഷുഗർ വന്ന് വല്ലാണ്ട് മൂർധന്യാവസ്ഥയിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ കാല് മുറിച്ച് കളയുന്ന ഒരു വളരെ വിഷമമുള്ളൊരു സ്റ്റേജിലേക്ക് കൂടി ഡയബറ്റിക്സിൻ്റെ ഈ കോംപ്ലിക്കേഷൻസ് പോകാറുണ്ടല്ലോ. അപ്പോൾ ഈ ഡയബറ്റിക്സും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഫുഡ് കെയറും തമ്മിലുള്ള ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? പല പ്രധാന അവയവങ്ങളെയൊക്കെ ഡയബറ്റീസ് ബാധിക്കുമെങ്കിലും ഏറ്റവും വ്യാപകമായിട്ട് ബാധിക്കുന്ന ഒരു അവയവമാണ് കാല്, പാദങ്ങളുടെ ഇട്ട്. കാരണം ബ്രെയിനിൽ നിന്ന് ഈ ഞരമ്പുകളുടെ ഏറ്റവും ദൂരം ഉള്ള ഭാഗത്താണ് കാലുകളുള്ളത്. അപ്പോൾ ഞരമ്പുകളുടെ എന്തെങ്കിലും ക്ഷതം വരികയാണെങ്കിൽ അത് ആദ്യം ബാധിക്കുന്നത് കാലുകളെയാണ്. അപ്പോൾ ഈ ഡയബറ്റീസ് രണ്ട് രീതിയിൽ കാലുകളെ ബാധിക്കും. ഒന്ന്, കാലിലോട്ടുള്ള പ്രധാന രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് വന്നിട്ട് കാലിലോട്ടുള്ള രക്തോട്ടം കുറയും. അപ്പോൾ അതിൻ്റെ രോഗലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം നടക്കുമ്പോൾ വേദന തോന്നും. വേണ്ടത്ര കുറച്ച് ദൂരം ഒരു കിലോമീറ്ററൊക്കെ നടക്കുമ്പോൾ കാലിന് വേദന വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ രക്തോട്ടം കുറഞ്ഞു തുടങ്ങിയെന്നാണ്. അപ്പോൾ കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ പിന്നെ നടക്കാം. അവസാനം 1/2 കിലോമീറ്റർ ആകുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ 1/2 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ കാലിൽ വേദന വരും. ഈ മുട്ടിന് താഴെയുള്ള ഭാഗത്ത് വേദന വന്നു കഴിഞ്ഞ് നിൽക്കേണ്ടി വരും. പിന്നെയും കുറച്ച് നടക്കാൻ പറ്റും. അപ്പോൾ ആ വേദന ഇല്ലാതെ നടക്കാൻ പറ്റുന്ന ദൂരം കുറഞ്ഞു വരും. അവസാനം ഒരു 10 അടി നടന്നു കഴിഞ്ഞാലും കാലിന് വേദനയുള്ളൊരവസ്ഥ വരുമ്പോൾ നല്ലപോലെ രക്തക്കുഴൽ ബ്ലോക്കായി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ആളിന് കാലിലൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് കരിയാൻ പ്രയാസമായിരിക്കും. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കാലിലോട്ടുള്ള ഞരമ്പുകൾ, അതായത് സ്പർശനശക്തിയൊക്കെ ബ്രെയിനിലോട്ട് കൊണ്ടുപോകുന്ന ഞരമ്പുകളെ ബാധിക്കും. അല്ലെങ്കിൽ മസിലിനെ പ്രവർത്തിപ്പിക്കുന്ന ഞരമ്പുകളുടെ ഉള്ളിലോട്ടുള്ള രക്തോട്ടം കുറയും. അപ്പോൾ ഞരമ്പുകളുടെ പ്രവർത്തന ശേഷി ഇല്ലാതാവും. അപ്പോൾ ഈ സെൻസേഷൻ, നമ്മൾ വേദന അറിയുന്നത് ഞരമ്പുകളിൽ കൂടെയാണ് ബ്രെയിൻ അറിയുന്നത്. അപ്പോൾ ആ സ്പർശനശക്തി എന്തെങ്കിലും ഇല്ലാതെ വരുമ്പോൾ കാല് മുറിഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ പോകും. അല്ലെങ്കിൽ കാലിൽ ചിലർക്ക് ചൂടുവെള്ളത്തിൽ, എനിക്ക് ചില പേഷ്യൻസ് വരാറുണ്ട്, ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെച്ച് കഴിഞ്ഞ് എടുക്കുമ്പോൾ കാല് പൊള്ളിയിരിക്കും. അങ്ങനെ ചൂടറിയാതെ നല്ല തിളച്ച വെള്ളമായിരിക്കും. വേറെ ആരും നോക്കാതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാല് പൊള്ളിയിരിക്കും. ഇന്നലെ ഒരു പേഷ്യൻ്റ് ഞാൻ കണ്ടതേ ഉള്ളൂ. അങ്ങനെ കാല് മുക്കി വെച്ച് കഴിഞ്ഞാൽ പൊള്ളിക്കഴിഞ്ഞായിരിക്കും അറിയുന്നത്. അതുപോലെ തന്നെ കാലിൻ്റെ ആണി വല്ലതും കൊണ്ട് കയറി കഴിഞ്ഞാൽ ആ ആണി കയറിയ ചെരുപ്പും കൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം നടക്കും, അറിയുന്നില്ല, വേദന അറിയുന്നില്ല. പിന്നെ രക്തം കാണുമ്പോഴായിരിക്കും, ആരെങ്കിലും ശ്രദ്ധിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ മുറിഞ്ഞു എന്നറിയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പഴുക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് കാലുകളിൽ. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട്. കാലിലോട്ടുള്ള പ്രധാന രക്തക്കുഴലിന് ബ്ലോക്ക് വരുന്നതിനുള്ള രക്തോട്ടക്കുറവ്, അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഞരമ്പുകളെ ബാധിച്ചിട്ട് സ്പർശനശക്തി ഇല്ലാതാവുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. ഈ രണ്ട് രീതിയിൽ ബാധിക്കാം. ഇപ്പോൾ കാലിലോട്ടുള്ള രക്തോട്ടം കുറയുമ്പോൾ, ഈ കാലിലോട്ടുള്ള രക്തോട്ടം കുറയുന്നു എന്നതിൻ്റെ അർത്ഥം അതേപോലെ തന്നെ ഹൃദയത്തിലോട്ടും അല്ലെങ്കിൽ ബ്രെയിനിലോട്ടും അല്ലെങ്കിൽ കിഡ്നിയിലോട്ടും ഒക്കെ രക്തോട്ടം കുറയുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം ആണിത്. അപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ എക്സിബിഷൻ നടത്തുമ്പോൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കുമായിരുന്നു. അതിൽ ഈ കാലിനടിയിൽ ഒരാൾ കണ്ണാടി വെച്ച് പാദ പരിശോധന ചെയ്യണമെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ കണ്ണാടി വെച്ച് പാദം പരിശോധിക്കുമ്പോൾ അതിൽ കാണുന്ന ഹൃദയമാണ്. അപ്പം പാദം ഹൃദയത്തിൻ്റെ കണ്ണാടി എന്ന് പറയാം. അപ്പോൾ പാദങ്ങളിലുണ്ടാകുന്ന, അതിൻ്റെ ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ, പാദങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെയോ അതിൽ ഗൗരവമായിട്ടോ ഹൃദയത്തെയും ബാധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കാലിലോട്ട് രക്തോട്ടം കുറഞ്ഞ ഒരാളിന് നിർബന്ധമായിട്ടും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹൃദയത്തിൻ്റെ നമുക്ക് അങ്ങനെ എല്ലാവർക്കും പരിശോധിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഈ ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയും, അതായത് വേദനയില്ലാതെ നടക്കുന്ന ദൂരം കുറഞ്ഞു വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം രക്തോട്ടം കുറഞ്ഞു തുടങ്ങിയെന്നാണ് കാലിലോട്ട്. പക്ഷേ അതിനേക്കാൾ ഗൗരവം അതേപോലെ തന്നെ ഹാർട്ടിനും പ്രശ്നം തുടങ്ങിയെന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പാദങ്ങളെ പരിശോധിക്കുന്നതിനകത്ത് ഉള്ള പ്രാധാന്യം അതാണ്. കാല് കട്ട് ഓഫ് മുറിച്ച് കളയുമ്പോൾ ഉള്ള രോഗികളുടെ പിന്നെയുള്ളൊരു ലൈഫ് എങ്ങനെയായിരിക്കും? അപ്പോൾ ഈ വെയിറ്റ് ബാലൻസിങ്ങിൻ്റെ ഇഷ്യൂ വരില്ലേ? രണ്ടിടത്തേക്ക് സ്പ്രെഡായിരുന്ന വെയിറ്റ് ഒറ്റ ലെഗിൽ കോൺസെൻട്രേറ്റ് ആകുമ്പോൾ ഉള്ള ഇഷ്യൂസ്, അങ്ങനത്തെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് പിന്നെ വരാൻ സാധ്യതയുണ്ടോ?
ഈ കാല് മുറിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വേണ്ടത്ര കാലിന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ, ഡയബറ്റിക് പേഷ്യൻസ് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ, അത് രണ്ട് രീതിയിലാണ് ശ്രദ്ധ കൊടുക്കുക എന്ന് പറയുമ്പോൾ. ഒന്ന്, മുറിയാതെ നോക്കുക, മുറിവുകളൊന്നും വരാതെ നല്ല നഖം വെട്ടുമ്പോഴൊക്കെ ആണെങ്കിൽ തന്നെ വളരെ ശ്രദ്ധിച്ച്, പ്രത്യേകിച്ചും പ്രായമുള്ളവർക്ക്, കാഴ്ച ശരിക്കില്ലാത്തവർക്കാണെങ്കിൽ നഖം വെട്ടുമ്പോൾ അതുകൊണ്ട് തന്നെ മുറിഞ്ഞെന്ന് വരും. അപ്പോൾ അത് വളരെ ശ്രദ്ധയായിട്ടുകൂടി ആരെങ്കിലും ചെയ്ത് കൊടുക്കുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ പൊഡിയാട്രിസ്റ്റുകളൊക്കെ ഉണ്ട് കാലിൻ്റെ ശരിയാക്കി കൊടുക്കാനായിട്ട്, അത് നോക്കണം. രണ്ടാമത് കാര്യം ഒന്നാമത്തെ കാര്യം മുറിവ് വരാതെ നോക്കുക എന്നുള്ളതാണ്. രണ്ടാമത് എല്ലാ സമയത്തും ഒരു പാദ സംരക്ഷണം വേണം. ഇപ്പോൾ ചെരുപ്പിടുന്നതൊക്കെ തന്നെയാണ് ഇതിന് പ്രത്യേക രീതിയിലുള്ള ചെരുപ്പുകളുണ്ട്. അതായത് വലിയ കോസ്റ്റ്ലി ഡയബറ്റിക് പേഷ്യൻസിന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ വിരലിനിടയിൽ കൂടെ സ്ട്രാപ്പുള്ള ചെരുപ്പുകൾ, അതായത് ചപ്പൽ നമ്മൾ സാറിന് ഉപയോഗിക്കുന്നത്, എല്ലാവരും ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. അങ്ങനെ ഗ്രിപ്പ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ ഈ കാലിൻ്റെ തള്ളവിരലിനും രണ്ടാമത്തെ വിരലിനും അടിയിൽ ഇങ്ങനെ കൂടുതൽ തടിപ്പ് വരും, തഴമ്പുകൾ. ആ തഴമ്പുകൾ പൊട്ടി പഴുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യണം. അത് മൂടുന്ന ചെരുപ്പായിരിക്കണം. പിന്നെ ചെരുപ്പ് ഈ സ്പർശനശക്തി പറയുമ്പോൾ ചെരുപ്പ് ഊരിപ്പോയാൽ അറിയാതെ പോകും. അപ്പോൾ അതുകൊണ്ട് ബാക്ക് സ്ട്രാപ്പുള്ള, ഒട്ടിക്കുന്ന ചെരുപ്പ്, ബാക്കിൽ കൂടെ സ്ട്രാപ്പുള്ള ചെരുപ്പായിരിക്കണം. പിന്നെ കുറച്ച് സോഫ്റ്റ് ഇൻസോളുള്ള ചെരുപ്പായിരിക്കണം. ഇങ്ങനെയുള്ള ആ രീതിയിലുള്ള ചെരുപ്പ് സാധാരണ വാങ്ങിക്കുന്ന ചെരുപ്പ് തന്നെ മതി. പക്ഷേ പ്രത്യേകിച്ച് ഫുട്വെയർ എന്നുള്ളതല്ല, അതിൻ്റെ ഉദ്ദേശം ഇതാണ്, കാലിന് ഇഞ്ചുറീസ് ഒന്നും വരാതെ ശ്രദ്ധിക്കുക. കാലിന് പിന്നെ സോക്സ്, ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ സോക്സ് ഉപയോഗിക്കുക, കോട്ടൺ സോക്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. എല്ലാം ഈ പ്രിവെൻറ്റീവായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ടാണ്. അങ്ങനെയുള്ള ഒരു പ്രിവെൻറ്റീവ് കെയർ കൊണ്ട് ഒരുപാട് ഈ ആംപുട്ടേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു വിരലുകൾ എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ കാല് മുറിക്കേണ്ട അവസ്ഥയിലോട്ട് കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ അതുമൂലം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പല സ്റ്റഡീസും കാണിക്കുന്നത്, ഇപ്പോൾ കാലിലോട്ട് രക്തോട്ടം കുറഞ്ഞ് മുട്ടിന് മുകളിലൊക്കെ വെച്ച് മുറിക്കേണ്ട ഒരവസ്ഥ വരികയാണെങ്കിൽ, അപ്പോൾ ജീവൻ രക്ഷിക്കാനായിട്ട് ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരും. ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് കാലിന് ആ വ്രണം കരിഞ്ഞ് വരുന്നില്ല, പ്രത്യേകിച്ചും വേദനകൾ സഹിക്കാൻ വയ്യാത്ത വേദനയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കാല് മുറിക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ വന്നവർക്ക് ശരിക്കും കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്കകം മരണം സംഭവിക്കാമെന്ന് പറയുന്നുണ്ട്. പല സ്റ്റഡീസും കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ആ കാല് പോയതുകൊണ്ട് തന്നെയല്ല, ആ കാല് പോകുമ്പോൾ ഈ കൂടുതൽ നടക്കാനൊക്കെ ഉള്ള കൂടുതൽ സ്ട്രെയിൻ വരുമല്ലോ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ കാല് വെച്ചോ അല്ലെങ്കിൽ ക്രച്ചസ് വെച്ചോ നടന്നു വരുമ്പോൾ ഹൃദയത്തിന് സ്ട്രെയിൻ കൂടും. അപ്പോൾ ഹൃദ്രോഗം വന്ന് പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലിൻ്റെ പ്രിസർവ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യം ജീവൻ തന്നെ പ്രിസർവ് ചെയ്യാനും അത് ആവശ്യമാണ്. കാല് മുറിക്കുക എന്നുള്ളത് ഏറ്റവും അവസാനം, ഏറ്റവും തീരെ ഒക്കാത്തൊരു അവസ്ഥയിൽ മാത്രമേ കാല് മുറിക്കാൻ ഇടയാക്കാവൂ. പക്ഷേ അതിനൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ഒരു 85% കാലിൻ്റെ ആംപുട്ടേഷൻസും പ്രിവെൻറ്റബിളാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന, അതും ഒരു സ്റ്റഡിയുണ്ട്, ഇന്ത്യയിൽ നടക്കുന്ന ആംപുട്ടേഷനുകളിലെ ഒരു 85% പ്രോപ്പർ കെയർ ആദ്യമേ തുടങ്ങിയിരുന്നെങ്കിൽ, പലപ്പോഴും ഹോസ്പിറ്റലിൽ വരാൻ ലേറ്റ് ആവുന്നുണ്ട്, വേദന ഇല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ വരാൻ ലേറ്റ് ആവും. അപ്പോൾ ലേറ്റ് ആവുന്നതുകൊണ്ടൊക്കെയാണ്. അപ്പം 85% ഓഫ് ആംപുട്ടേഷൻസ് ആർ പ്രിവെൻറ്റബിൾ ഇഫ് ഇൻ്റർവെൻഡ് അറ്റ് ദി റൈറ്റ് ടൈം. യഥാസമയത്ത് അത് നമ്മൾ വേണ്ടത്ര രീതിയിലുള്ള ശ്രദ്ധയോടുകൂടി പരിചരിച്ചാൽ. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഇതിനൊരു ഈ കാലിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാലം ഹോസ്പിറ്റൽ സ്റ്റേ ഒക്കെ വേണ്ടി വരും. എക്സ്പെൻസീവാണ് ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും. സാധാരണ ആൾക്കാർക്ക് താങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ഹൃദ്രോഗത്തിനൊക്കെ ആണെങ്കിൽ 1-2 ദിവസം അല്ലെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാനാണെങ്കിൽ കൂടുതൽ ഹോസ്പിറ്റൽ സ്റ്റേ വേണ്ടി വരുന്നില്ല. പക്ഷേ കാലിൻ്റെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആഴ്ചകളോ ചിലപ്പോൾ 1-2 മാസമോ എടുത്തെന്ന് വരും അത് കരിഞ്ഞ് കിട്ടാനുണ്ട്. അപ്പോൾ അതുവരെ ആ കാല് വെച്ച് നടക്കാതിരിക്കേണ്ടി വരും, ജോലിക്ക് പോകുന്നതിൻ്റെ പ്രശ്നം വരും, കൂടെ ഒരാൾ വേണ്ടി വരും. അപ്പോൾ പൊതുവെ സാമ്പത്തികമായിട്ട് കൂടുതൽ ചിലവുള്ള ഒരു ചികിത്സയാണ് കാലുമായിട്ട് ബന്ധപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കാലിൻ്റെ പ്രശ്നങ്ങൾ വരാതെ നോക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ഏറ്റവും എക്സ്പെൻസീവ്, ഒരു വിധത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഏറ്റവും എക്സ്പെൻസീവ് കോംപ്ലിക്കേഷൻ ഡയബറ്റിക് ഫുഡാണ്. കാരണം കുറേ കാലം കൊണ്ടായിരിക്കും അത് ചിലവാക്കുന്നത് മാത്രമേ. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനാണെങ്കിൽ, ഹൃദയത്തിന് ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിൽ ഒരു ദിവസം കൊണ്ടായിരിക്കും നമ്മൾ 1-2 ലക്ഷം രൂപ ചെയ്യുന്നത്. പക്ഷേ ഇത് അതിൽ കൂടുതൽ ചിലപ്പോൾ ചിലവ് വേണ്ടി വരും, പക്ഷേ കൂടുതൽ കാലമെടുത്തായിരിക്കും. അപ്പോൾ എല്ലാ ഡയബറ്റിക് പേഷ്യൻസും ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും ഈ കാലിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാതെയാണ്. അത് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അത് മനസ്സിലാക്കുകയും ഡേ 1 തന്നെ ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ട് ചികിത്സ എടുക്കുകയും അവർ പറയുന്ന രീതിയിലുള്ള റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശരി, വളരെ കോമൺ ആയിട്ട് ഇതൊട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കുക. ഇപ്പോൾ ഉള്ളൊരു കാര്യമാണ്, കാലിൻ്റെ ഉപ്പൂറ്റി ആ ഭാഗത്ത് വേദനയും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും. കാലുവേദന, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഡയറക്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ അളവ് വളരെ 10-12 അളവൊക്കെയാണ് ഇപ്പോൾ അഡൽട്ട്സിൽ തന്നെ കാണുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് ഡയബറ്റിക്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? പൊതുവെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡയബറ്റിക്സിലേക്ക് ലീഡ് ചെയ്യുമോ? ഇല്ല.
വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും ഡയബറ്റീസുമായിട്ട് ബന്ധമില്ല. പക്ഷേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞ ഒരു 10-15 വർഷമായിട്ടാണ് നമ്മൾ വ്യാപകമായിട്ട് കേരളത്തിൽ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് കണ്ടു തുടങ്ങുന്നത്. അതിന് 2 കാരണമുണ്ട്. ഒന്ന് വ്യാപകമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്, പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ നേരത്തെ ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ ഡി ഈ ധാരാളം സൂര്യപ്രകാശമുള്ള രാജ്യങ്ങളിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവില്ല എന്നാണ്. കാരണം തൊലിയിൽ പിന്നെ കുറച്ച് സമയമെങ്കിലും വെയിലടിക്കുന്നവർക്ക് ശരീരം തന്നെ വൈറ്റമിൻ ഡി ഉണ്ടാക്കും. ശരീരം തന്നെ വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നതാണ്, ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഒട്ടും സൂര്യപ്രകാശം ഏക്കാത്ത രാജ്യങ്ങളിലാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ധാരാളമായിട്ട് കണ്ടിരുന്നത് പണ്ടൊക്കെ. അപ്പോൾ കേരളത്തിലൊന്നും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു 10-20 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ധാരണ. അപ്പോൾ വ്യാപകമായിട്ട് ടെസ്റ്റ് ചെയ്യാറുമില്ലായിരുന്നു. കാരണം സൂര്യപ്രകാശം ഏൽക്കുന്നുണ്ട് ഉണ്ടെന്നുള്ളതുകൊണ്ട്. പക്ഷേ മാറി വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാവരും AC റൂമിൽ നിന്ന് AC കാറിലോട്ട് കയറി വീട്ടിലും ACയിലോട്ട് കയറുന്നതുകൊണ്ടായിരിക്കും, സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ധാരാളമായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ നോക്കുന്നതുകൊണ്ട് കണ്ടുപിടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നിരിക്കാം പണ്ടത്തെ അപേക്ഷിച്ച്. എന്തായാലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതിന് എല്ലാ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരു സാമാന്യം തീരെ വളരെയധികം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ്മെൻറ്റ് ഈസ് വെരി ഈസി. ക്യാപ്സ്യൂൾ കഴിച്ചാൽ മതി, അത് പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്യുന്നതാണ്, ക്യൂറബിളാണ്. പക്ഷേ മറ്റുള്ള ഡെഫിഷ്യൻസി പിന്നുള്ളത് ചില ബി വൈറ്റമിൻസ്, ഇപ്പോൾ B1, B6, B12 എന്ന് പറഞ്ഞ ചില ബി വൈറ്റമിൻസ് ഉണ്ട്. അത് ശരിക്കും ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില ഡയബറ്റീസ് രോഗത്തിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ ചില വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് വരാം, ബി വൈറ്റമിൻസ്. അപ്പോൾ അതുകൊണ്ട് ബി വൈറ്റമിൻ സപ്ലിമെൻറ്റേഷൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ തന്നെ. പ്രത്യേകിച്ച് ക്യാപ്സ്യൂൾ എടുക്കുന്നവർക്ക് ചില ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുണ്ട് ചില ഗുളികകൾ കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അതുകൊണ്ട് പൊതുവേ തന്നെ പിന്നെ ബി വൈറ്റമിൻസ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ഡയബറ്റിക് പേഷ്യൻസിന്. എസ്പെഷ്യലി വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ട് കാലിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാം, ഈ ന്യൂറോപ്പതി. അപ്പോൾ ന്യൂറോപ്പതി കുറച്ച് പ്രിവെൻറ്റ് ചെയ്യാനും വൈറ്റമിൻ B12 ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി വൈറ്റമിൻസ് അഡ്വൈസ് ചെയ്യാറുണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ള രോഗലക്ഷണങ്ങളോ അല്ലെങ്കിൽ പരിശോധനയിൽ കണ്ടുപിടിച്ചാൽ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. ഈ ഉപ്പുറ്റിക്ക് നീര് വരുന്നെന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആവണമെന്നില്ല, അങ്ങനെയില്ല. പണ്ട് ഇല്ലാതിരുന്ന പലതരം പുതിയ രോഗങ്ങളും ഇപ്പോൾ എമർജ് ആകുന്നുണ്ടല്ലോ. അപ്പോൾ സാറിന് അങ്ങനെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യാനുണ്ടോ? ഇങ്ങനെ പണ്ടില്ലായിരുന്നു പെട്ടെന്ന് വന്നു, ഇപ്പോൾ അത് കാണാനില്ല, അങ്ങനത്തെ എന്തെങ്കിലും രോഗങ്ങളോ? അതിനേക്കാൾ കൂടുതൽ ഈ പണ്ടുള്ള രോഗങ്ങൾ ചിലതൊക്കെ പണ്ട് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ സർജറിയിൽ ഇപ്പോൾ ക്യാൻസറുകൾ വളരെ കൂടിയിട്ടുണ്ട് ഇപ്പോഴും, പണ്ടത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലുണ്ട്. പക്ഷേ പണ്ട് ഡിറ്റക്ട് ചെയ്യാത്തതാണ് എന്ന്. അപ്പോൾ ഇത് നമ്മൾ പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും പണ്ട് ടെസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു, അതിൻ്റെ സ്കാനിങ് ഇല്ലായിരുന്നു, അപ്പോൾ ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് കണ്ടുപിടിക്കാത്തതാണ് എന്ന് പറയും. പക്ഷേ ഞാനൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്യാൻസറിൻ്റെ ചികിത്സ ഒന്നുകിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, RCC പോലും വന്നില്ല, അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസൊന്നും ക്യാൻസർ ചികിത്സയൊന്നുമില്ല. അപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാ ക്യാൻസർ പേഷ്യൻസും അവിടെ വരണം, ഈ 3-4 ജില്ലകളിലുള്ളതെല്ലാം. പക്ഷേ വളരെ അപൂർവമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാൻസറിന് ഒരു ചെറിയ വാർഡും ഒരു 10-12 ബെഡുള്ളൊരു വാർഡും ഒരു ഡോക്ടറും ഒരു അസിസ്റ്റൻറ്റും ഒക്കെ ഉള്ളായിരുന്നു ക്യാൻസർ സ്പെഷ്യലിസ്റ്റായിട്ട്. അപ്പോൾ അത്രയ്ക്കുള്ള രോഗികളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവർ വരാതിരിക്കത്തില്ല. ചികിത്സ കണ്ടുപിടിക്കാതിരിക്കുക എന്ന് പറയുന്നത് കണ്ടുപിടിക്കാഞ്ഞിട്ട് തന്നെയല്ല, പൊതുവെ കുറവായിരുന്നിരിക്കും. അതിൽ തന്നെ റെസ്പിറേറ്ററി പുകവലി കൊണ്ടുണ്ടാകുന്ന ലങ് ക്യാൻസർ ആയിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ആ സമയത്തൊക്കെ കേരളത്തിൽ. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ സർജറി ടെക്സ്റ്റ് ബുക്കിനകത്താണെങ്കിൽ ഈ കോളൺ ക്യാൻസർ, അതായത് ഈ ഇൻറ്റസ്റ്റൈൻ, ഈ വൻകുടലിൻ്റെ ക്യാൻസറിനെ കുറിച്ചൊരു 10-50 പേജായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. പക്ഷേ നമ്മളൊന്നും കാണാറേ ഇല്ല. അങ്ങനെയുള്ള രോഗികളുമായിട്ട് പേഷ്യൻസ് അങ്ങനെ വരാറേ ഇല്ല. ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ലേവസെൻസി സമയത്തുമൊക്കെ തന്നെ അങ്ങനെയുള്ള വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. അപ്പോൾ അന്ന് അതിൻ്റെ ഈ കീമോതെറാപ്പി ഒന്നും അത്ര വ്യാപകമല്ലായിരുന്നു. അതുകൊണ്ട് അന്ന് സർജറിയാണ്, സർജറിയാണ് പ്രധാനമായിട്ടും. പ്രത്യേകിച്ച് ഈ കോളൺ ക്യാൻസർ അപൂർവമായിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സർജറിയാണ്. അപ്പോൾ ഈ കോളൺ ആ ഭാഗം വൻകുടലൊക്കെ മുറിച്ച് മാറ്റി അത് സ്പ്രെഡ് ചെയ്യുന്ന ഭാഗമെല്ലാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ശരിക്കും ഞാൻ അങ്ങനെയുള്ളൊരു സർജറി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കാണാൻ പോകുമായിരുന്നു. വളരെ അപൂർവമായിട്ടുള്ള സർജറിയാണ്. അപ്പോൾ അന്നൊരു ബാൽക്കണി പോലുണ്ട് ഈ തിയേറ്ററിൽ താഴെ സർജറി കാണാനായിട്ട്, സ്റ്റുഡൻസിന് കാണാനായിട്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അതിന് പോയി കാണുന്നത്. ആ സർജറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 സർജന്മാരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
അത് ഈ ഒരാൾ വയറിനകത്തൂടെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ആ ഭാഗം റിമൂവ് ചെയ്യും, വേറൊരാൾ മലദ്വാരത്തിൻ്റെ ആ ഭാഗത്തൂടെ ആയിരിക്കും ക്ലിയർ ചെയ്തിട്ട് ആ ഭാഗം എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് അവസാനം തമാശയായിട്ട് പറയും രണ്ടുപേരും കൂടെ അകത്തൂടെ കൈ കൊടുക്കണം, ഷേക്ക് ഹാൻഡ് കൊടുക്കണം എന്നുള്ള തമാശയായിട്ട് പറയാറുണ്ടെന്ന്. അപ്പോൾ ആ രീതിയിലുള്ള സർജറി ശരിക്കും ഞാൻ ഔസൈൻസ് പോകുന്നോ രണ്ടോ സർജറികളാണ് ആ ഒരു വർഷത്തിനിടയിൽ, അല്ലെങ്കിൽ അത്ര അപൂർവമായിരുന്നു അങ്ങനെയുള്ള സർജറികൾ. അപ്പോൾ അത്ര അപൂർവമായിരുന്നു ആ ക്യാൻസർ എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ ഞങ്ങളന്ന് പഠിച്ചിരുന്നത് ഏതാണ്ട് ഒരു 50 പേജോളം തിയറി ക്വസ്റ്റ്യൻസൊക്കെ വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണത്തെക്കുറിച്ച് പിന്നീട് ആലോചിക്കുമ്പോഴാണ് പറയുന്നത് ആ സമയത്തൊക്കെ ഇത് വെസ്റ്റേൺ ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ പഠിച്ചതെല്ലാം യൂറോപ്യൻ അല്ലെങ്കിൽ അമേരിക്കൻ ടെക്സ്റ്റ് ബുക്കുകളാണ്, കൂടുതലും യൂറോപ്യൻ ടെക്സ്റ്റ് ബുക്കുകളാണ്. പക്ഷെ അന്ന് ഈ ക്യാൻസറുകൾ വളരെ വ്യാപകമായിരുന്നു അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ, ഈ കോളൻ ക്യാൻസർ. അപ്പം ഇപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ തിരിച്ചാലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ എല്ലാവരും, ഞാൻ തന്നെയല്ല എല്ലാവരും ആലോചിക്കുമ്പോൾ അന്നത്തെ അവരുടെ ആഹാര രീതി കോളൻ ക്യാൻസർ വരാനുള്ള ഒരു കാരണമാണ്. അതേ ആഹാര രീതിയാണ് നമ്മളിപ്പോൾ 10-30 വർഷമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ വ്യാപകമായിട്ട് നമ്മൾ കോളൻ ക്യാൻസർ കണ്ടുപിടിക്കുന്നുണ്ട്. ഞാനൊരു ഡയബറ്റിസ് സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും കഴിഞ്ഞൊരു 10-15 വർഷത്തിനിടെ ഒരു 25 രോഗികളുടെയെങ്കിലും ഞാൻ തന്നെ ഡൗട്ട് ചെയ്ത് വിട്ടിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്തല്ല സാധാരണ ഇത് വരുന്നത്, എന്നാൽ പോലും ചില സിംറ്റംസ് വന്നുമ്പോൾ സംശയിച്ചിട്ട് വിട്ടിട്ട് കോളൻ ക്യാൻസർ ആയിട്ട് വിട്ടിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യാപകമായിട്ടുള്ളൊരു രോഗമായി വരുന്നുണ്ട്. അത് ഈ ലോ റെസിഡ്യൂ ഡയറ്റ് എന്ന് പറയും. പണ്ട് നമ്മൾ ധാരാളം പച്ചക്കറികളൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആ കാലത്തില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ കൂടുതലും ഫാസ്റ്റ് ഫുഡ് അത് കഴിക്കുന്നതുകൊണ്ടാണ് ഇത് കൂടുന്നതെന്നാണ്. അതായത് വളരെ ഈ ഒരു കോയിൻസിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അന്ന് യൂറോപ്പിലൊക്കെ വളരെ വ്യാപകമായിരുന്നു, ഇപ്പോൾ അതേ ഫുഡ് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമുക്കും വ്യാപകമായി. അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള അതിൻ്റെ കാരണമുണ്ട് തന്നെ. ഈ ലോ റെസിഡ്യൂ ഡയറ്റ് എന്ന് പറയും. അതായത് ഈ കൂടുതൽ റെസിഡ്യൂ ബാക്കി വരുന്ന പച്ചക്കറികൾ കഴിക്കുമ്പോൾ ഒരുപാട് കുറച്ചല്ലേ അബ്സർവ് ചെയ്ത് പോകത്തുള്ളൂ, ബാക്കി റഫായിട്ട് പോകുന്ന ഇമോഷണൽ കൂടെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കൂടുതൽ റെസിഡ്യൂ ഉള്ള ഡയറ്റാണ് ശരിക്കും അതിന് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പല കാരണങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതിൽ പ്രധാന ഒരു കാരണം അതാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അന്ന് ഈ കോളൻ ക്യാൻസർ വളരെ അപൂർവമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വളരെ വ്യാപകമായി. അതെല്ലാം ഈ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വീണ്ടും ഞാൻ അതിലോട്ട് തന്നെ വരുന്നത്, അതും ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇതൊരു വളരെ രസകരമായ ഒരു അനുഭവമായിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് കോളൻ ക്യാൻസറിൻ്റെ കൈ കൊടുക്കുന്നില്ല എങ്കിൽ തന്നെ കൈ കൊടുക്കുന്നതായിട്ട് നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്, സങ്കല്പിക്കാറുണ്ട്, ഈ രണ്ടുപേരും കൂടി സർജറി ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ ഇതിനൊക്കെ വളരെ അഡ്വാൻസ്ഡായി. ഇപ്പോൾ ധാരാളം അല്ലാതെയുള്ള സർജറികളും കീമോതെറാപ്പിയും ഒക്കെ ഉണ്ട്. ക്യാൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഞ്ചിവിറ്റിയും അതിൻ്റെ റിമിഷൻ ഉണ്ടാക്കാനും ഒക്കെ. പക്ഷേ കൂടുന്നുണ്ട്, അത് പ്രിവെൻറ്റ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് നമ്മുടെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം.